കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇനിയോസ് നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെയൊക്കെ സകല ക്ഷമയും നശിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇനിയോസിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇട്ടത്. എന്നിട്ട് ഇന്ന് ബലേബയും യുണൈറ്റഡും തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള ലിങ്ക്സ് വന്നിരിക്കുന്നു. 60 മില്യൺ പൗണ്ട്സ് പ്ലസ് 5 മില്യൺ ആഡോൺസിൻ്റെ ഒരു ബിഡ് ബ്രൈറ്റന് മുന്നിൽ ബലേബയ്ക്ക് വേണ്ടി യുണൈറ്റഡ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു ബിഡ് ബ്രൈറ്റൻ്റെ വാലുവേഷന് ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഡേവിഡ് ഓൺസ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഈ ഒരു ബിഡ് ബ്രൈറ്റൺ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെഗോസിയേഷൻസ് നടക്കുന്നു. അധികം താമസിക്കാതെ തന്നെ ആ ഒരു ഡീലിൽ എത്തിച്ചേരാൻ ബ്രൈറ്റനും യുണൈറ്റഡിനും സാധിക്കും എന്നാണ് ഫബ്രീസിയോ റൊമാനോയും അതേപോലെ തന്നെ ഡേവിഡ് ഓൺസ്റ്റീനും ഒക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഈ ഒരു പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം 60+5 അല്ലേ, ഏകദേശം 65 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീല്. ചിലപ്പം 65 മില്യൻ്റെ ഒരു സ്ട്രെയിറ്റ് ബിഡ് നടത്തി ഡീല് ഫിനിഷ് ഓഫ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ 65+2-3 ആഡ്-ഓൺസ് ആ രീതിയിലുള്ള ഒരു ഡീല്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു 70 മില്യൺ പൗണ്ട്സിനുള്ളിൽ നിൽക്കുന്ന ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു മാക്സിമം 70 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീല് നടത്തിയെടുക്കാനായിരിക്കും യുണൈറ്റഡ് ശ്രമിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ അത് അത്ര മോശം ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇപ്പം സിറ്റിയുടെ സവിഞ്ഞോയ്ക്ക് വേണ്ടി ടോട്ടനാം 85-86 മില്യൺ പൗണ്ട്സ് വരെ പേ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള തരം റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പിന്നെ മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീല്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പെഡ്രോ നെറ്റോ, ചെൽസിയുടെ പെഡ്രോ നെറ്റോയ്ക്ക് 100 മില്യൺ പൗണ്ട്സ് ഒക്കെയാണ് വാലുവേഷൻ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു മാർക്കറ്റിൽ ബലേബ പോണക്കത്തെ ഒരു മിഡ്ഫീൽഡറിനെ നമ്മളൊരു 70 മില്യൺ പൗണ്ട്സിനുള്ളിൽ സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല ഡീലായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, കഴിഞ്ഞ ആ ഒരു സീസണിൽ ബലേബയുടെ പെർഫോമൻസ് മോശമായിരുന്നു. അതുകൊണ്ടാണ് ബ്രൈറ്റൺ വിൽക്കാൻ തയ്യാറായിരിക്കുന്നത്. പ്ലസ് ഇപ്പം ഇഞ്ചുറി കൺസേൺ ഉണ്ട്. ഇഞ്ചുറി കാരണം ചിലപ്പോൾ യുണൈറ്റഡ് സൈൻ ചെയ്യത്തില്ല എന്നൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഒരിക്കലും ഒരു വലിയൊരു മാരക ഇഞ്ചുറി ആണെങ്കിൽ മാത്രമേ യുണൈറ്റഡ് അങ്ങനത്തെ ഒരു ഡീല് സൈൻ ചെയ്യാൻ ഒക്കെ മടിക്കത്തുള്ളൂ. നമുക്ക് യോറോയുടെ കാര്യത്തിലും ഹോയിലിൻ്റെ കാര്യത്തിലും സെസ്കോയുടെ കാര്യത്തിലും ഒക്കെ അറിയാം, അവരൊക്കെ ഇഞ്ചുവേർഡ് ആയിരുന്നു ആ ഒരു സൈൻ ചെയ്ത സമയത്ത്. പക്ഷേ ഇഞ്ചുറി അത്ര മാരകമായിട്ടുള്ള ഇഞ്ചുറി അല്ലാത്തത് കൊണ്ട് യുണൈറ്റഡ് സൈൻ ചെയ്തു. ബലേബയുടെ കേസും അത് തന്നെയാണ്. ബലേബയുടെ ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു ആംഗിൾ ലിഗമെൻ്റ് ഇഞ്ചുറിയാണ്. അതത്ര സീരിയസ് ഇഞ്ചുറി അല്ല. അപ്പോൾ 1 മാസം പുറത്തിരിക്കേണ്ടി വരും ബലേബയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെയാണ് യുണൈറ്റഡ് ഈ ഒരു ഡീലിന് വേണ്ടി ശക്തമായിട്ട് മുന്നോട്ട് പോയത്. അത് മാത്രമല്ല ബലേബയുടെ ഏജൻറ്റും ഒക്കെ ഈ ഒരു ഡീല് നടത്തിയെടുക്കാൻ അവരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ ഇടയ്ക്കാണെങ്കിലും ഫബ്രീസിയോ റൊമാനോ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ബലേബയുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് യുണൈറ്റഡാണ്. യുണൈറ്റഡിലേക്ക് വരിക എന്ന് പറയുന്ന ഒറ്റ ചിന്തയിൽ, ആ ഒരു ഒറ്റ മൈൻഡിലാണ് ബലേബ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയും പ്രശ്നങ്ങളും പുള്ളിയുടെ ഫോക്കസ് കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്ന് ബ്രൈറ്റൻ്റെ കോച്ച് ഫാബിയൻ ഹെർസ്ലറൊക്കെ കഴിഞ്ഞ സീസണിൽ പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബ്രൈറ്റൺ വിറ്റേക്കാം, ആ ഒരു പ്ലെയറിനെ വെച്ചുകൊണ്ട് ഇവിടെ പിടിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല, വിറ്റേക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ബ്രൈറ്റൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് കൈസീഡോയെ ചെൽസിക്ക് വിറ്റ ആ ഒരു വാലുവേഷൻ, അല്ലെങ്കിൽ അതിനെ കവച്ച് വെക്കുന്ന ഒരു വാലുവേഷൻ ആയിരുന്നു ബ്രൈറ്റൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാരണം ബ്രൈറ്റനിലുള്ള ആൾക്കാരൊക്കെ ബലേബയെ ഈവൻ കൈസീഡോയെക്കാളും മുകളിലാണ് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു ഡീല് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ മിഡ്ഫീൽഡിൽ നമ്മളെല്ലാവരും ഒച്ച വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫിസിക്കൽ പ്രസൻസ്, ആ ഒരു ഡിസ്ട്രോയർ പ്രൊഫൈലിലുള്ള ആ ഒരു മിഡ്ഫീൽഡർ, അത് ബലേബയിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ബലേബ പോണക്കത്തെ ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് നമ്പർ 6 എന്ന് പറയാൻ പറ്റത്തില്ല. കൂടുതലൊരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായിട്ടാണ് പുള്ളിയെ പ്രൊഫൈൽ ചെയ്യപ്പെടുന്നത്. ഇപ്പം പുള്ളിയുടെ കാലിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഏറ്റവും ആദ്യത്തെ ചിന്താഗതി എന്ന് പറയുന്നത് ബോൾ ക്യാരിങ് ആണ്. ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെൽസിയിൽ കണ്ടതാണ്, ആന്ദ്രേ സാൻഡോസ് സ്റ്റേ ബാക്ക് ചെയ്തൊരു ഡീപ്പ് ലൈയിങ് പ്ലേ മേക്കറായിട്ട് നിന്നുകൊണ്ട് കൈസീഡോയ്ക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു നമ്പർ 8 ആയിട്ട് മുന്നോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൈസീഡോയെ യൂസ് ചെയ്യാം. ആ ഒരു ബോൾ ക്യാരിയർ എന്നുള്ള രീതിയിൽ എലീറ്റ് ബോൾ ക്യാരിയറാണ് പുള്ളി. അപ്പോൾ ആ ഒരു ബോൾ ക്യാരിയർ എന്നുള്ള രീതിയിൽ വലിയ സ്ട്രൈഡ് വെച്ചുള്ള പുള്ളിയുടെ ആ ഒരു വെച്ചുള്ള ആ ഒരു റൺസ്, അപ്പം പുള്ളിയെ
പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റൺ ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അപ് ടോപ്പ് ആ ഒരു പൊസിഷനൊക്കെ ലൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് പെട്ടെന്ന് പൊസിഷൻ വിൻ ചെയ്യാൻ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് കാരണം ഡ്യുവൽസിലൊക്കെ ഏർപ്പെടുകയും ടാക്കിൾ നടത്തുകയും അങ്ങനെ അത് മാത്രമല്ല റിക്കവറി പേസ് ഇങ്ങനത്തെ പല ക്വാളിറ്റീസ് ഈ ഒരു പ്ലെയറിനുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ബോൾ വിൻ ചെയ്യുക, പെട്ടെന്ന് ടേൺ ഓവേഴ്സ് വഴി അറ്റാക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടിക്കും നമുക്ക് ബലേബായെ യൂസ് ചെയ്യാം. കുറച്ച് പൊസിഷണലി കുറച്ച് ഡിസിപ്ലിൻഡ് അല്ല എന്നുള്ളൊരു പരാതി ബലേബയെ പറ്റിയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് സാൻഡോസിനെയോ അല്ലെങ്കിൽ സാൻഡോസിനെയൊക്കെ കൂട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോബി മെയ്നുവിനെയൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിനെ കവറപ്പ് ചെയ്യാൻ യുണൈറ്റഡിന് പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ബലേബയുടെ ഡീല് നമ്മൾ പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റിൽ നമ്മൾ സജീവമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയാലും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് ആ ഒരു ചിരി കാണും, മനസ്സിന് ആ ഒരു സന്തോഷം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ സജീവമായിട്ട് രംഗത്തുണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ലൂയിസ് ഹാൾ ആകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാരണം നമുക്ക് ആ ഒരു ന്യൂകാസലിന് ഇപ്പോഴത്തെ ആ ഒരു വാലുവേഷനെ മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളതൊരു സത്യമാണ്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ബലേബയുടെ ആ ഒരു ആസ്കിങ് പ്രൈസ്, ബ്രൈറ്റൻ്റെ ആ ഒരു ആസ്കിങ് പ്രൈസ്, ബലേബയ്ക്ക് വേണ്ടിയുള്ള ആസ്കിങ് പ്രൈസ് മീറ്റ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടി. അതേ സെയിം അവസ്ഥയാണ് ലൂയിസ് ഹാളിൻ്റെ കേസിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വെയിറ്റ് ചെയ്യാനായിട്ട് തന്നെയായിരിക്കും ഉദ്ദേശം. എന്നിട്ട് ഒരു ബാക്കപ്പായിട്ട് വേണമെങ്കിൽ അടുത്ത സീസണിൽ ലൂയിസ് ഹാളിനെ സൈൻ ചെയ്യുക. ഈ സീസണിൽ ഒരു എക്സ്ട്രാ ഒരു ബാക്കപ്പ്, ലൂക്ക് ഷോയ്ക്ക് ഒരു ബാക്കപ്പായിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാനുള്ളൊരു ശ്രമമായിരിക്കും യുണൈറ്റഡ് നടത്താൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബലേബയുടെ ഡീല് പോലെ തന്നെ അടുത്ത സീസണിൽ ആദ്യം മുതൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് ലൂയിസ് ഹാളിൻ്റെ ഡീല് കുറച്ച് എന്നാ പറയുന്നത്, ഈ ഒരു 60-65 മില്യൺ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് സൈൻ ചെയ്യാൻ യുണൈറ്റഡ് ശ്രമിച്ചേക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ലൂയിസ് ഹാളിനെ ആ ഒരു പ്രൈസിന് വേണമെങ്കിൽ സൈൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഒരു ആൻ്റണി ഗോർഡൻ്റെയും അതുപോലെ തന്നെ ബ്രൂണോ ഗുമാറസിൻ്റെയും പിന്നെ ടൊണാലിയുടെയൊക്കെ ഡീലൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നെങ്കിൽ ലൂയിസ് ഹാളിന് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണമായിരുന്നു. ഇപ്പോൾ വേൾഡ് കപ്പിൽ പോകാത്ത ആ ഒരു പ്ലെയറിനെ നമുക്ക് നേരത്തെ സൈൻ ചെയ്യാൻ നമ്മുടെ മുന്നിലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മിസ് ചെയ്തു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ബാക്കിന് ആരെങ്കിലും ഒരാളെ സൈൻ ചെയ്യണം ലൂക്ക് ഷോയ്ക്ക് ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട്. എന്നിട്ട് അടുത്ത ട്രാൻസ്ഫർ വിൻഡോയുടെ സമയമാകുമ്പോഴത്തേനും ലൂക്ക് ഷോയുടെ യുണൈറ്റഡിലെ കോൺട്രാക്റ്റും കഴിയും. അപ്പോൾ ലൂയിസ് ഹാളിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, ഇതായിരിക്കും മിക്കവാറും യുണൈറ്റഡിൻ്റെ ഒരു പ്ലാന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സെർക്സിക്ക് വേണ്ടി ജൂവൻറ്റസും അതേപോലെ തന്നെ നാപ്പോളിയൊക്കെ രംഗത്തുണ്ട്. സെർക്സി പോവുകയാണെങ്കിൽ മിക്കവാറും ഒരു ലോൺ ഓപ്ഷൻ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള ഒരു കോൺട്രാക്റ്റ് വെച്ചുകൊണ്ടായിരിക്കും സെർക്സി ഇവിടുന്ന് പോവുകയാണെങ്കിലും മിക്കവാറും പോകാൻ സാധ്യത എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറിനെയും കൂടെ സൈൻ ചെയ്യും. അപ്പം ലെഫ്റ്റ് ബാക്ക്, സ്ട്രൈക്കർ, 3 മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് അത്ര മോശം ട്രാൻസ്ഫർ വിൻഡോ അല്ല. പ്രത്യേകിച്ച് ബലേബയുടെ വരവ് എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. ശരിക്കും ബലേബ 1 മാസമാണ് പുറത്തിരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ 5 മത്സരങ്ങൾ, പ്രീമിയർ ലീഗിലെ ആദ്യത്തെ 5 മത്സരങ്ങൾ ബലേബ മിസ് ചെയ്യും. 5 മത്സരം കഴിയുമ്പോഴാണ് ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നത്. ആ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം സ്പേഴ്സിനെതിരെയുള്ള മത്സരം, ഒക്ടോബർ 10 സ്പേഴ്സിനെതിരെയുള്ള മത്സരം, അല്ലെങ്കിൽ 18 ഫുൾഹാമിനെതിരെയുള്ള മത്സരം. അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ബലേബ ഫിറ്റ് ആകും. അത് മാത്രമല്ല, ഇഞ്ചുറി കൺസേൺ പലരും പറയുന്നുണ്ട്. പക്ഷേ ബലേബ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ അല്ല. ബലേബയുടെ ബ്രൈറ്റണിലെ ഇഞ്ചുറി റെക്കോർഡ് നോക്കിയാൽ തന്നെ 2023 ബ്രൈറ്റണിൽ ബലേബ ജോയിൻ ചെയ്തത്. എന്നിട്ട് 2024-25 സീസണിൽ ആകപ്പാടെ 1 മത്സരമാണ് ബ്രൈറ്റൻ്റെ ഹോൾ കരിയറിൽ ആ ഒരു ഇഞ്ചുറി കാരണം പുള്ളി മിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചുറി അല്ലാതെ ഫോമിൻ്റെ കാര്യത്തിലും പല ഫാൻസിനും കൺസേൺ ഉണ്ട് എന്നെനിക്കറിയാം. കഴിഞ്ഞ സീസണിൽ ബ്രൈറ്റന് വേണ്ടി വളരെ മോശം പ്രകടനമാണ് പുള്ളി നടത്തിയത്. പുള്ളി ഒത്തിരി റാഷ് ടാക്കിളുകൾ നടത്തുകയും യെല്ലോ കാർഡ് വാരിക്കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 35 മത്സരങ്ങളിൽ ബ്രൈറ്റണിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ 7 യെല്ലോ കാർഡൊക്കെ പുള്ളി മേടിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി ആ ഒരു റൈറ്റ് ഫോക്കസ് പുള്ളിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം എന്നാ പറയുക, ഫാബിയൻ ഹസ്ലറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫർ റൂമർ കാരണവും പുള്ളിയുടെ ഹൃദയം മുഴുവൻ മാഞ്ചസ്റ്ററിലാണ് എന്നുള്ള രീതിയിലൊക്കെ ഫാബിയൻ ഹസ്ലർ പറയുന്നുണ്ടായിരുന്നു. അപ്പം
പക്ഷേ ബ്രൈറ്റണിൽ നിന്ന് പുറത്ത് ആഫ്കോണിലൊക്കെ ആ ഒരു ക്യാമറൂണിന് വേണ്ടി കളിക്കുന്ന സമയത്തൊക്കെ പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്, അവിടുത്തെ ഡേറ്റ കൂടുതൽ ഫോക്കസ് ചെയ്താണ് യുണൈറ്റഡിൻ്റെ സ്കൗട്ട്സൊക്കെ പുള്ളിയെ സ്കൗട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യുണൈറ്റഡും കൺവിൻസ്ഡ് ആയത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രൈമറി എയിം. പിന്നെ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയറാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇനിയോസിന് ഇഷ്ടപ്പെടുന്ന ഫാക്ടേഴ്സാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇനിയോസ് രണ്ടും കൽപ്പിച്ച് ഈ ഒരു ബലേ സൈൻ ചെയ്യാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇട്ടാണ്.